നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ രാജ്യത്ത് ഈ മാസം സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഈ മാസം കടുത്ത ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, അപ്പോൾ സാധാരണയിലധികം മഴ, സാധാരണയിൽ കവിഞ്ഞ ചൂട് ഇതിനോടകം തന്നെ രാജ്യത്തുണ്ട്. അത് മെല്ലെ മാറി വരുന്നു. ആശ്വാസമായ വേനൽ മഴ പലയിടങ്ങളിലും ഉണ്ട്. അപ്പോൾ മഴ സംബന്ധിച്ച് നേരത്തെ ഒരു പ്രവചനം വരികയാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്? കൃഷ്ണ, മഴയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഉത്തരേന്ത്യ ഈ ചൂടിന്റെ അല്ലെങ്കിൽ ഉഷ്ണത്തിന്റെ പിടിയിലാണ് എന്ന് തന്നെ പറയാം. പലയിടങ്ങളിലും ഉഷ്ണതരംഗം ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ നിന്ന് ഒരു ആശ്വാസം നൽകുന്ന പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരിക്കുന്നത്. ഈ മാസം സാധാരണയേക്കാൾ മഴ ലഭിക്കും എന്നുള്ളതാണ് ആ പ്രവചനം. അത് തന്നെ ഈ ഉഷ്ണതരംഗം അല്ലെങ്കിൽ പലയിടങ്ങളിലും നിലവിലുള്ള ആ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് കാരണമാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചില മേഖലകളിൽ ഉഷ്ണതരംഗം ഉണ്ടാകും എന്നതുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെയും ചില മേഖലകളിൽ അത്തരത്തിലുള്ള ഒരു ഉഷ്ണതരംഗം നിലനിൽക്കും. അതായത് വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലെ ചില പ്രദേശങ്ങളിലും ഒപ്പം തന്നെ വടക്ക് കിഴക്കൻ മേഖലകളിലെ ചില പ്രദേശങ്ങളിലും ഉഷ്ണം ഉണ്ടാകും, തുടരുമെന്ന സൂചനകൾ നൽകുന്നു. എന്നിരുന്നാലും ഭൂരിഭാഗം പരിശോധിക്കുമ്പോൾ സാധാരണയേക്കാൾ ഉയർന്ന മഴ രാജ്യത്ത് ഈ മാസം മെയ് മാസം ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരിക്കുന്ന പ്രവചനം. പ്രജിൻ കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.